ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൽ കപ്പ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മെയിൻ പീസ് കട്ടിയുള്ള തുണിയാണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രൊക്കേഡിൻ്റെ കട്ടി നോക്കണം കേട്ടോ. അപ്പോൾ ബ്രൊക്കേഡിൽ കട്ടിയുള്ള ബ്രൊക്കേഡ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിങ് പീസ് മാത്രം മതി. പക്ഷേ കനം കുറഞ്ഞ പീസസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, 2 പീസ് ലൈനിങ് ഇടേണ്ടി വരും. ആദ്യം നമ്മൾ മെയിൻ പീസിൽ ഒരു ലൈനിങ് ഫുൾ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ലൈനിങ് പീസ് സെപ്പറേറ്റ് ആയിട്ട് വേറെ ആയിട്ട് അടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ മെറ്റീരിയൽ, എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈ മെറ്റീരിയൽ കട്ടിയുള്ള ലൈനിങ് പീസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു മെറ്റീരിയലും ഒരു ലൈനിങ് പീസ് മാത്രം മതി. അങ്ങനെ ആയതുകൊണ്ടിട്ട് എനിക്ക് എന്താ പറയുക, വേറൊരു എക്സ്ട്രാ ലൈനിങ് ഇടേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ടക്ക് പോയിൻ്റ് നോർമൽ ടക്ക് പോയിൻ്റ് 9 ആയിരിക്കും. അപ്പോൾ നമുക്ക് 9 നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. ആ സെൻറ്ററിൽ തന്നെ നമ്മൾ ഈ കപ്പ് വെച്ച് സെൻറ്ററിലാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കപ്പിൻ്റെ സെൻറ്ററിൽ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ലൈനിങ് സെപ്പറേറ്റ്, അതേപോലെ നമ്മുടെ മെയിൻ ബോഡി പാർട്ടും സെപ്പറേറ്റ്, മെയിൻ തുണി സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. എന്നാലേ നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഷിഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ലൈനിങ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും അതേപോലെ നമ്മുടെ ബ്രൊക്കേഡും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശത്താണ് ഈ ബ്രൊക്കേഡ് ഈ കപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പും ഇതേപോലെ തന്നെ നിവർത്തി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ടക്ക് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ആ ടക്ക് പോയിൻറ്റിൽ കറക്റ്റ് കപ്പിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ തന്നെ നമ്മളൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക, ചെറിയ നോട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മെഷീനിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഹെം ചെയ്ത് പിടിപ്പിച്ചാലും മതി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകരുത്. ചില ആൾക്കാർ ചുറ്റും അടിക്കണ കാണാം. എനിക്ക് ചുറ്റും അടിക്കുന്നതുകൊണ്ട് അത്ര ഒരു എന്താ പറയുക, അത്രയൊരു ഇതില്ല. ഞാൻ ചുറ്റും കപ്പടിക്കുമ്പോൾ എനിക്ക് അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടാറില്ല കേട്ടോ. ശേഷം നമ്മളിങ്ങനെ നമ്മുടെ ലൈനിങ്ങിൻ്റെ നമ്മുടെ ബോഡി പാർട്ട് എടുക്കുക, മെയിൻ തുണി എടുക്കുക. കറക്റ്റായിട്ട് തന്നെ നമ്മളിത് ആ കപ്പിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ മൊത്തം സാധാരണ ബ്ലൗസ് അടിക്കുന്ന പോലെ തന്നെ 4 ഭാഗവും നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഈ കപ്പിൻ്റെ പൊസിഷൻ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കപ്പ് വയ്ക്കുന്ന ആ ഒരു രീതി കറക്റ്റാകുമ്പോൾ തന്നെ കറക്റ്റായിരിക്കണം. നമ്മൾ അളവെടുക്കുമ്പോഴത്തേക്കും ടക്ക് പോയിൻ്റ് കറക്റ്റായിരിക്കണം. അവരിടുന്ന ഇന്നേഴ്സിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അതേപോലെ തന്നെ കപ്പ് സൈസ് നമ്മളെപ്പോഴും ഒരു സൈസ് കൂടുതൽ എടുക്കണം കേട്ടോ. അതായത് നോർമൽ അവർ വിയർ ചെയ്യുന്ന ഇന്നറിനേക്കാളും ഒരു സൈസ് കൂടുതൽ നമ്മൾ കപ്പ് സൈസ് എടുക്കാൻ ശ്രമിക്കുക. കാര്യം കപ്പിടുമ്പോൾ നമ്മൾ എന്തായാലും ഇന്നർ ഇടാതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് വരണമെങ്കിൽ ചെറിയ കപ്പായി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കപ്പ് എടുക്കുമ്പോഴത്തേക്കും ഒരു സൈസ് കൂടുതലായിട്ടുള്ള കപ്പ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ കപ്പിൻ്റെ പൊസിഷൻ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക, ബ്ലൗസിൻ്റെ കപ്പ് വെച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ എക്സസ് ഉള്ള മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളാണ് കപ്പ് വയ്ക്കാനായിട്ട്. എല്ലാവർക്കും പേടിയായിരിക്കും. ആ കപ്പ് വെക്കുന്ന ടക്ക് പോയിൻറ്റ് കറക്റ്റായിട്ട് ഇരുന്നാൽ നമ്മുടെ കപ്പ് വെക്കുന്നത് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ബ്ലൗസ് കിട്ടി. താങ്ക് യു.